മണ്ണിര ചൂണ്ടുണ്ടായിരുന്ന മീൻ പിടിക്കായിരുന്നു. ആര്? ഒരു ഏലിയാസ്. അയ്യോ എടുത്താ നീ? ഇല്ല. എടുക്കല്ലേ എടുക്കല്ലേ, എന്റെ അമ്മ എടുത്തു കഴിഞ്ഞാൽ കട്ട കലിപ്പാ. എന്താ പ്രശ്നം? ഇടി അതൊരു ബ്ലൈഡുകാരനാ. ഒരു ആവശ്യം വന്നപ്പോ ഒരു 50,000 രൂപ ഞാൻ അവൻ്റെ വാങ്ങിച്ചു. കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ് അതുകൊണ്ട് ഒരേ വിളിയാ. എടുത്തു കഴിഞ്ഞാൽ തെറി വിളിക്കും. ഫോൺ എടുക്കാതിരുന്നിട്ട് കാര്യം എന്താ? അയാൾക്ക് വീടറിയില്ല, അയാൾ ഇവിടെ വന്നോണ്ട് ബഹളം ഉണ്ടാക്കൂലെന്നാ. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ അമ്മാവനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഞാൻ തീർന്നു. എന്തോ ഇവിടെ ഇനി എങ്കിൽ പിന്നെ അയാളെ വിളിച്ച് കുറച്ച് സമയം നീട്ടി ചോദിക്കും. അയ്യോ അതൊന്നും നടക്കൂല. പറഞ്ഞ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിയസിന് ഭ്രാന്താണ്. എന്ത് വേണമെങ്കിലും പറയും. വീണ്ടും വിളിക്കുന്ന ഫോൺ എടുക്ക് കുട്ടേട്ടാ. ഞാൻ എടുക്കൂല. എടുക്ക്. ഹലോ, ആ എലിയസേ, എടാ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതാ എന്റെ കോൾ എടുക്കാൻ പറ്റാത്ത. പിന്നെ കാശ് റെഡി ആയിട്ടില്ല. അടുത്ത എടാ അങ്ങനെയല്ലാന്നേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ ഓക്കേടാ, ഓക്കെ, ശരിടാ, ഓക്കെ. എന്ത് പറഞ്ഞു കുട്ടേട്ടാ? നിന്റെ അമ്മ അല്ല കാശൊന്നും കൊടുത്തില്ലെങ്കിൽ ഇവിടെ കയറി വരുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുട്ടേട്ട എന്ന് ആരോട് ചോദിക്കാതെ ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ കാശ് വാങ്ങിക്കൊണ്ട് വരുന്നത്? നീ കൂടെ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താതെ. ഒരു അത്യാവശ്യം വന്നപ്പോ വാങ്ങിച്ചല്ലേ. ഇതുവരെ കളിച്ച പോലെ അല്ല, പലിശക്കാരനാ അയാൾ. ഇവിടെ കയറി വരിക മാത്രമല്ല, വഴിയിൽ വെച്ച് കണ്ട ചീത്ത വിളിക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, അച്ഛനോട് പോയി കുറച്ച് പൈസ ചോദിക്കും. അയ്യോ ചോദിക്കാനുള്ള താമസം. ഉടനെ ഭാര്യക്ക് പറ്റി എടുത്ത് വെച്ചിരുന്നാ കൊണ്ടുപോന്ന് പറഞ്ഞു. ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കിട്ടിയാ കിട്ടി. ആലോചിച്ച് നിൽക്കാതെ പോയി ചോദിക്ക് കുട്ടേട്ടാ. ചോദിക്കല്ലേ? ആ ബിസിനസ് തുടങ്ങാൻ പണം കടം ചോദിച്ച മരുമകനെ അമ്മാവൻ തലക്കടിച്ചു കൊന്നു. കൊള്ളാം. അങ്ങനെ തന്നെ വേണം ചില മരുമക്കൾക്ക് അല്ലേ? അമ്മാവ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? ഇല്ല. അമ്മാവ എന്തോന്ന് അമ്മാവ? അമ്മാവൻ ഈ ഇടയായിട്ട് ഭക്ഷണ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ബാധിക്കും. ഈ പ്രായത്തിലേ ഇതൊക്കെ നോക്കണം കേട്ടോ. എന്താണോ മനക്കുട്ട പതിവില്ലാതെ എന്റെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ? അമ്മാവന്റെ ആരോഗ്യ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ ആരാ നോക്കേണ്ടേ? എന്നാൽ ഇനി നീ നോക്കണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്റെ ഈ വളച്ചു കെട്ടിയുള്ള വെള്ളച്ചിലെടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യം സാധിക്കാനാണെന്ന്. പൈസയുടെ കാര്യമാണെങ്കിൽ 10 പൈസ ഞാൻ തരത്തില്ല. അയ്യോ അമ്മാവൻ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു. എന്റെ ധാരണകൾ തെറ്റാറില്ല. വെറുതെ സോപ്പിട്ട് സമയങ്ങൾ അത് അണിച്ചു പോകും. കാശിന്റെ കാര്യമാണെങ്കിൽ നടക്കില്ല. കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ സ്വഭാവം. സോപ്പിടാൻ പോയിട്ടില്ലേ? മര്യാദക്ക് കാശങ്ങ് ചോദിച്ചാ പോലെ. ചോദിച്ചിരുന്ന ഈ ഇപ്പൊ കൊണ്ടുവന്ന് മറിച്ചാനാ. ആ ഏലിയാസിന്റെ അടുത്ത് ഇനി എന്ത് പറയും? കുട്ടേടാ, ആ ജോർജ് കുട്ടിയോട് കുറച്ച് പൈസ ചോദിച്ചാലോ? ജോർജ് കുട്ടിയുടെ അടുത്താ? പൊടി, മോശമല്ലേ? അയ്യ, ആ പലിശക്കാരെ ഏലിയാസിനോട് ചോദിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല, സ്വന്തം കൂട്ടുകാരനോട് ചോദിക്കാൻ നാണക്കേടും. വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ സംഗതി വഷളാവേ. സോളമന്റെ കാര്യം എന്തായി? ഏത് സോളമൻ? ഓ, എത്ര സോളമന്മാരെ ഇച്ചായന് അറിയാം? എനിക്ക് ഒരുപാട് സോളമന്മാരെ അറിയാം. നീ ഏത് സോളമൻ എന്ന് പറ. ഇച്ചായ സോഫിയാന്റെ മോൻ സോളമൻ. അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഈ ഒരാഴ്ചക്കുള്ളിലാ കൊടുക്കേണ്ടത്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നല്ലോ അത് നടക്കത്തില്ല എന്ന്. ഇച്ചായ 1,00,000 രൂപയല്ലേ? അത് ഇച്ചായൻ്റെ ഉണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അവന് ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തരും ഇച്ചായ. ഒരാഴ്ചയാണോ ഒരു മാസമാണോ? ഒരു മാസം. കാശുണ്ടെങ്കിലും സോളമന് ഞാൻ കൊടുക്കത്തില്ല. അതിനുള്ള കാരണവും ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ടെങ്ങാണ്ട് ഒരു 25,000 രൂപ അവൻ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് ഇപ്പൊ എത്ര വലിയ കാര്യമാണ്? 25,000 രൂപയല്ലേ ഉള്ളൂ. വലിയ കാര്യമല്ലേ? 25,000 രൂപ നിനക്ക് വലിയ കാര്യമല്ല അല്ലേ? എടി, 25,000 രൂപ അവൻ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാന്നാ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ പോലും എടുക്കാറില്ലായിരുന്നു. പിന്നെ ഒരു കല്യാണത്തിന് വെച്ച് കണ്ടപ്പോൾ അവൻ എന്നെ കാണാതെ പതുക്കെ നൈസായിട്ട് മുങ്ങിപ്പോയി. കാശ് കൊടുത്തത് കാരണം 2 സംഭവിച്ചത്. 1, എൻ്റെ കാശ് പോയി. 2, ഒരു ബന്ധവും പോയി. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ അവന് കാശ് കൊടുക്കത്തില്ല. വേറെന്തെങ്കിലും പറയാനില്ലെങ്കിൽ എണീറ്റ് പോക്കോ. ഗോ ഗോ ഗോ. ഇച്ചായ, ഇത് അങ്ങനെയല്ല. ഈ പൈസയുടെ കാര്യത്തിൽ സത്യത്തെ ഞാൻ ഗ്യാരണ്ടി. ഇനിയിപ്പോ നീയല്ലോ, നിന്നെക്കൾ ഏറ്റവും വലിയ ഗ്യാരണ്ടിയർ വന്നാലും സോളമന് ഞാൻ കാശ് കൊടുക്കില്ല. കാശ് കൊടുത്ത് ബന്ധം കളയാൻ ഞാൻ തയ്യാറല്ല മോളെ. ഉറപ്പ് പോ. ഓമനക്കുട്ടനാണല്ലോ, തോന്നില്ലേ? വേണ്ടായിരുന്നു. ഹലോ ഓമനക്കുട്ടാ. അളിയാ, ഞാനാണ്. പറഞ്ഞോടാ. അളിയ, ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക.
ഒരു ബ്ലൈഡുകാരൻ്റെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി. നോക്കടാ. ശരി, എന്ത് ചായ? ഓമനക്കുട്ടനാ. ആ ഇച്ചിരി പ്രതിസന്ധിയിലാണ് അവൻ. എന്ത്? അവന് ഇച്ചിരി കാശ് വേണമെന്ന്. എത്ര രൂപ? ഒരു 50,000 രൂപ. അയ്യോ കൊടുക്കല്ലേ. കൊടുത്തു കഴിഞ്ഞാലേ കാശും പോവും സൗഹൃദവും പോവും. കാശ് കൊടുത്ത് ശീലിപ്പിക്കണ്ട. പൊടിയിടുന്നു. ഓമനക്കുട്ടനാ ചോദിച്ചിരിക്കുന്നത്. കൊടുക്കായിരുന്ന മോശ ആണോ? സോളമന് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഓമനക്കുട്ടനും കാശ് കൊടുക്കുന്നില്ല. ദയിച്ചായ സോളമന് കൊടുക്കാതിരിക്കാമെങ്കിൽ ഓമനക്കുട്ടനും കൊടുക്കാതിരിക്കാം. എന്ത്? ഇത് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല ഇച്ചായ. ഞാൻ അറിയാതെ ഓമനക്കുട്ടന് കാശ് കൊടുത്തെന്ന് എങ്ങനെ അറിഞ്ഞ സംഗതി ഞാൻ വഷളാക്കും. ഇച്ചാൻ എന്റെ സ്വഭാവം അറിയാലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇച്ചാന്? ഒന്നുമില്ലല്ലേ? എന്നെങ്കിൽ ഗോ ഗോ ഗോയവേ ഗോ ഗോ. ആ യു ഗോ. എന്റെ ഡയലോഗ് എടുത്ത് നിന്റെ വാക്കാത്ത് വെക്കണ്ട. യു ഗോയവേ. ഞാൻ ഗോയവേ. ചാടിത്തുള്ളി പോണോണ്ടോ ഇവിടെ തൂക്കി തറയിലടിക്കാൻ തോന്നുന്നില്ല. വേന വന്ന പറയ വരുമെന്ന് എനിക്കറിയായിരുന്നു. സോളമനെ പോലെയാണോ ഓമനക്കുട്ടൻ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സോളമൻ എന്ന് പറഞ്ഞത് എന്റെ അനിയൻ, ഓമനക്കുട്ടൻ ഇച്ചായന്റെ കൂട്ടുകാരൻ. രണ്ടുപേർക്കും വേണ്ടത് എന്തുവാ? പൈസ. ഈ സോളമന് കാശ് കൊടുക്കാത്തത് സ്നേഹം പോകുന്നു പേടിച്ചിട്ടല്ലേ അല്ലേ? ഓമനക്കുട്ടന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ സൗഹൃദവും പോവും. അത് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇച്ചായ. ഓമനക്കുട്ടൻ നമ്മുടെ ഹൗസ് ഓണർ അല്ലേ? ആണോ? ഹൗസ് ഓണർ ആണെന്ന് പറഞ്ഞിട്ട് വാടകയൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള കൂട്ട് വെച്ചിട്ട് 1 രൂപ പോലും അങ്ങനെ വാടകയിൽ കുറച്ച് തന്നിട്ടില്ലല്ലോ. ഉണ്ടോ? എടി, ഓമനക്കുട്ടനെ സോളമനെ നീ ഇങ്ങനെ ഒരേ ത്രാസിൽ തൂക്കരുത്. സോളമൻ 25,000 രൂപ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല. പിന്നെ ഈ കാശ് ചോദിക്കുക. ഈ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതും പോക്കാണ്. ഓമനക്കുട്ടൻ അഥവാ കാശ് നമുക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ നമുക്ക് വാടക ഇനത്തിൽ പിടിക്കാമല്ലോ. അത് നന്നായിരിക്കുന്നു. ഒരു പ്രാവശ്യത്തെ വാടക ഈ ഓമനക്കുട്ടൻ സാറിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായ പുകിലൊക്കെ ഇച്ചാൻ ഓർമ്മയുണ്ടല്ലോ. കറക്റ്റ് 1-ാം തീയതി ആകുമ്പോ ആ ലംബോദര മാഷ് വാടകയ്ക്ക് ഇവിടെ വരും. അപ്പോഴത്തേക്ക് പൈസ ഓമനക്കുട്ടൻ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കോ? എന്നാലും ഓമനക്കുട്ടൻ കാശ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന അത് ശരിയാവത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ലംബോദര മാഷിന്റെ കയ്യിൽ പൂത്ത പൈസ ഇല്ലേ? ഇങ്ങേർക്ക് ഒരു 50,000 രൂപ വേണമെങ്കിൽ അമ്മയച്ഛനോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? അയാൾ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തത്? തിരിച്ചു കിട്ടത്തില്ലെന്ന് ലംബോദര മാഷിന് നല്ല ഉറപ്പുണ്ട്. ഒരേ വീട്ടിൽ താമസിക്കുന്ന അമ്മായിയപ്പനും മരുമോനും. അമ്മായിയപ്പനാണെങ്കിൽ മരുമോനും തീരെ വിശ്വാസമില്ല. പിന്നെ ഇച്ചായൻ എന്ത് ന്യായത്തിന്റെ പേരിലാണ് ഈ ഓമനക്കുട്ടൻ സാറിനെ വിശ്വസിക്കുന്നത്? ഒന്നും പറയണ്ട. ഞാനൊരു കാര്യം പറയാം, തീർത്ത് പറയുവാണേ. ഈ സോളമന് പൈസ കൊടുക്കാതെ ഓമനക്കുട്ടൻ സാറിന് പൈസ കൊടുത്തെന്നെങ്ങാനെ ഞാൻ അറിഞ്ഞു. വരുന്നില്ലേ? വരും. നമസ്കാരം ഡോക്ടറെ. ഞാനിങ്ങനെ ഇതുവരെ പോയപ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. എന്നാണ്ട് വിശേഷമൊക്കെ? വെറുതെ ആണെങ്കിലും പവിത്രൻ കൊണ്ട് കയറിയത് നന്നായി. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. പവിത്രന്റെ ഉപദേശം വേണം. എന്നാന്ന് വെച്ചാൽ എന്നോട് പറ. ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കേസും ഈ പൗത്രം പരിഹരിച്ചു തരും. എന്നാ പ്രശ്നം? അത് ഓമനക്കുട്ടൻ വിളിച്ചായിരുന്നു. ഇച്ചിരി പ്രശ്നമുണ്ട്. ഒരു 50,000 രൂപ വേണമെന്ന്. ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്നും പറഞ്ഞതാ. കൊടുക്ക്. നിങ്ങളുടെ തിക്ക് ഫ്രണ്ട്സ് അല്ലേ? ഒരാഴ്ച നിങ്ങളുടെ ഹൗസ് ഓണറും. എനിക്ക് കൊടുക്കണമെന്നുമുണ്ട്, കയ്യിൽ കാശുമുണ്ട്. പക്ഷെ ആലീസ് സമ്മതിക്കുന്നില്ല. എന്റെ സാറേ, ഇതാ പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ചർച്ച ചെയ്യരുതെന്ന്. ആലീസ് അറിഞ്ഞാലല്ലേ പ്രശ്നം. സാറെന്തിന് ഈ ആലീസിനോട് ഇതൊക്കെ പറയാൻ വേണ്ടി പോണേ? ഞാൻ പറഞ്ഞതല്ലെന്നേ. ഓമനക്കുട്ടൻ വിളിക്കുമ്പോ ആലീസ് തൊട്ടടുത്തുണ്ടായിരുന്നു. അല്ല, ഓമനക്കുട്ടനോട് ആലീസിനാണ് എത്ര വൈരാഗ്യമുള്ളേ? ഓമനക്കുട്ടനോട് വൈരാഗ്യമൊന്നുമില്ല. ഓമനക്കുട്ടന് കാശ് കൊടുക്കണമെങ്കിൽ സോളമനും കാശ് കൊടുക്കണമെന്ന്. സോളമനോ? അതാരാ? ഈ സോളമൻ എന്ന് പറയുന്ന ആലീസിന്റെ ഒരു ബന്ധുവാ. ലോക കറക്ക് കമ്പനിയാ. എന്റെ നേരത്തെ ഒരു 25,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ തന്നിട്ടില്ല. ഇപ്പൊ 1,00,000 രൂപയാ ചോദിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ഓമനക്കുട്ടന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ സോളമന് കൊടുക്കണം.
1 ലക്ഷം രൂപ സോളമന് കൊടുത്താൽ അത് പോയി എന്ന് വിചാരിച്ചാൽ മതി. എന്റെ സാറ് ധൈര്യമായിട്ട് പറ. 1 ലക്ഷം രൂപ സോളമന് കൊടുക്കാൻ പറ്റത്തില്ലെന്നങ്ങ് പറ. കാരണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഓമനക്കുട്ടന് ഓമനക്കുട്ടന് 50,000 രൂപ കൊടുക്കണം. അതെങ്ങനെ? സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ ഓമനക്കുട്ടന് കൊടുക്കണം. ആ. ആലീസ് ചോദിച്ചാൽ കൊടുത്തിട്ടില്ലെന്ന് അങ്ങ് പറയണം. അല്ല 50 ആലീസേ, ഇത് എന്നാണ് വിശേഷം? നല്ല വിശേഷം. ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഭാര്യ അറിയാതെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഭർത്താവിനെ പഠിപ്പിക്കുകയായിരിക്കും അല്ലേ? ഇതാണ് പൗത്രന്റെ വലിയ തമാശ. ആലീസ് ഉദ്ദേശിക്കുന്നതല്ല. ഇങ്ങനെയാണെങ്കിലേ കാശിന്റെ കാര്യമല്ലാതെ വേറെ പല കാര്യങ്ങളും പൗത്രന്റെ ഇച്ഛാനെ പഠിപ്പിക്കുമല്ലോ. അയ്യോ, ഞാൻ അങ്ങനെയല്ല. ഞങ്ങൾ അങ്ങനെ ഒരു അർത്ഥത്തിലേ അല്ല സംസാരിച്ചത്. എന്നാ ഇച്ഛാൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നാ ഒരു കാര്യം പറയട്ടെ. പൗത്രം പോലെ ഇവിടെ തന്നെ നിക്കണേ. അയ്യോ, എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്, കുറച്ച് ഓ, അത്യാവശ്യമുണ്ട്. നിക്ക്. ഒരു 5 മിനിറ്റ് അല്ലേ? വായിച്ചായ വന്ന് എന്നാടി പിടിച്ചു വലിക്കുന്നത്? പവിത്ര പോലെ. ദൈവമേ, ഇനി അടുത്ത പുലിവാലനാണോ കൊണ്ടുവരുന്നത്? പിടിച്ചു വലിക്കല്ലേ? ഇരിക്കാം. ഇരിക്കാം. എന്നാടി എന്നാടി ചായ. പറയാം. ഇതുപോലുള്ള എത്ര കള്ളത്തരങ്ങൾ പവിത്രൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുമില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ചായ. ഈ പവിത്രൻ എന്ന് പറഞ്ഞവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂലെന്ന്. ഇച്ചായം പണ്ട് എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് ഈ പവിത്രനോടായിരുന്നു. അന്ന് പവിത്രൻ പറഞ്ഞത് മൊത്തം പച്ചക്കള്ളം. എടി, ഇപ്പൊ ഒരു സംഭവം നടന്നതിന് മുൻകാല പ്രാബല്യത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്റെ സുഹൃത്തായ ഓമനക്കുട്ടൻ ഒരു 50,000 രൂപ കടം ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് നീ പറഞ്ഞു. ഞാനിപ്പോൾ അതൊരു സുഹൃത്തിനോട് പറയാം. ആ സുഹൃത്ത് എന്തായിരിക്കും എന്നെ ഉപദേശിക്കുക? ആരും അറിയാതെ കൊടുക്കാൻ. അതേ പൗത്രനും ചെയ്തിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചോദിക്കും. ഇച്ചായന് ഇപ്പൊ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നിരിക്കട്ടെ. ഏത് പെണ്ണ്? ഏതെങ്കിലും ഒരു പെണ്ണിനെ. അത് ഞാൻ അറിഞ്ഞാൽ വലിയ വിഷയമാകും. അപ്പൊ ഒരു പോം വഴിക്ക് വേണ്ടിട്ട്, ഒരു ഉപദേശത്തിന് വേണ്ടി ഈ പവിത്രനെ പോയി ഇച്ചായം കാണുന്നു. അപ്പൊ ഇച്ചായം പവിത്രനോട് പറയും, പവിത്ര, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, ആലീസ് അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറയും. അപ്പൊ പവിത്രൻ എന്തായിരിക്കും പറഞ്ഞു തരേണ്ടത്? എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അത് ഭയങ്കര തെറ്റാണ് എന്നല്ലേ? അങ്ങനെ പറയണ്ടേ? ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പം പവിത്രൻ എന്തായിരിക്കും പറയുന്നത്? എന്തായിരിക്കും? ആലീസ് അറിയാതെ അങ്ങ് പ്രേമിച്ചോന്ന് എന്നല്ലേ? നീ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? അങ്ങനെ തന്നെ. നിനക്ക് തലക്കസുഖം വല്ലതും ഉണ്ടോ? ഭ്രാന്തി. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. കണ്ട ഇത്രയും നാളും എന്നെ പറ്റിക്കാനുള്ള ഐഡിയ ഞാൻ കേൾക്കാതെയാ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എന്നെ കേൾപ്പിച്ചോണ്ടായല്ലേ? എന്താ ഐഡിയ? ഓമനെ കൊണ്ടിന് കാശ് കൊടുക്കുന്ന ഐഡിയ പറയാനല്ലേ വന്നത്? അതെ. ഹോഹോ, അത് എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയണം അല്ലേ? പവിത്ര, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള കള്ളക്കളി തുടങ്ങിയിട്ട് കുറെ നാളെ. ഇനി ഞാനത് സമ്മതിക്കത്തില്ല. എന്ത് കാര്യം ഈ പറയുന്നേ? നിർത്ത്. പറ, ഇച്ചാൻ എത്ര പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്? എന്നാടി പെണ്ണുങ്ങളോ? ആ പെണ്ണുങ്ങൾ കേട്ടിട്ടില്ലേ? സത്യം എനിക്ക് ഇപ്പൊ അറിയണം. ഇച്ചായന് എല്ലാ ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നത് പവിത്രനാ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഇതൊന്നും പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാ ലംബോദരൻ മാഷ, പുള്ളിയുടെ മരുമോനല്ലേ കാശ് വേണമെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചത്. ഈ കാശ് നമുക്ക് ലംബോദരൻ മാഷിനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചാലോ? പൂത്ത കാശുള്ള മനുഷ്യനാന്ന് പറഞ്ഞില്ലേ? ലംബോദരൻ മാഷ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഓമനക്കുട്ട എന്നെ വിളിച്ചത്. സാർ ഒന്ന് കൂടെ നിന്നാ മതി, ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് പൈസ കൊടുപ്പിച്ചോളാം. പോരെ? എങ്ങനെ? അതൊക്കെ കണ്ടോ. എന്റെ പൊന്ന ആലീസേ, ഈ ഡോക്ടറോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ട് അകത്ത് കയറി ഇരിക്കരുതെന്ന്. കള്ളന്മാരകത്ത് കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? ഡോക്ടറെ കാണാൻ പലരും ഇവിടെ വരാറുള്ളതല്ലേ. അവർക്കാണെങ്കിൽ ഡോക്ടറുടെ ഈ സ്വഭാവം അറിയാം. കാലം വല്ലാത്തതാ, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും?
മാഷ് ആരുടെ കാര്യം ഉദ്ദേശിക്കുന്നേ? പവിത്രനോ? പവിത്രൻ അകത്തെന്ത് ചെയ്യായിരുന്നു? അയ്യോ, എന്തായാലും കക്കാൻ കയറിയതല്ല. ഡോക്ടർ ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ചു. ഞങ്ങൾ അകത്തിരുന്ന് ചർച്ച ചെയ്യായിരുന്നു. ഡോക്ടറായ ജോർജ് കുട്ടി 10ാം ക്ലാസ്സുകാരനായ പവിത്രനുമായി ചർച്ച ചെയ്യും. അല്ല, അതെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ഒരു ചെറിയൊരു സാമ്പത്തിക പ്രശ്നം, അതിനെ കുറിച്ച് ഞങ്ങൾ അകത്തിരുന്ന് സംസാരിക്കുമായിരുന്നു. ഡോക്ടർക്കും സാമ്പത്തിക പ്രശ്നമോ? അപ്പോൾ എന്റെ അടുത്ത മാസത്തെ വാടക എങ്ങനെ തരും? എന്റെ പൊന്നെ, നിങ്ങളുടെ വാടക അങ്ങ് തരും. ഇപ്പൊ അതല്ലെന്നേ പ്രശ്നം. എന്താണ്? ഡോക്ടർക്ക് ഒരു 50,000 രൂപയുടെ അത്യാവശ്യമുണ്ട്. ഏതോ ഒരു ബന്ധുവിന് കൊടുക്കാൻ വേണ്ടിട്ട്. ബന്ധുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 50,000 രൂപ പോയി എടുക്കാനില്ലാത്ത ആളാണോ ഡോക്ടർ? ഞങ്ങളുടെ ഡോക്ടറിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ കണക്ക് കണ്ടാലേ മാഷ് ഞെട്ടും. പക്ഷെ പ്രശ്നം അതല്ല, 2 ആഴ്ചത്തേക്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതെന്താണ്? ബാങ്കിലെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പൈസ ഉള്ളവനല്ലേ ബാങ്കിൽ ചെന്നിട്ട് കാര്യമുള്ളൂ. കാശില്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം കാണിക്കാൻ വേണ്ടിട്ടാ. കാശില്ലാത്തവർക്കും പോകാം കടമെടുക്കാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അഴകിരാവിനത്തെ മമ്മൂട്ടിയല്ലേ ചെല്ലുന്നവർക്കെല്ലാം പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊരു 10 ഏക്കർ റബ്ബറും തോട്ടം ഡോക്ടർ മേടിക്കാൻ വേണ്ടി ഇരിക്കുക. അതിനേതാണ്ട് ഒരു 3-4 കോടി രൂപ ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഈ ലോൺ പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അതാണ് പ്രശ്നം. 2 ആഴ്ച കഴിഞ്ഞാൽ ലോൺ റെഡിയാകും. പിന്നെ എത്ര കോടി രൂപ വേണമെങ്കിലും എടുക്കാമല്ലോ. ഇപ്പൊ ഒരു 50,000 രൂപ വേണം. അതിനിപ്പോ എന്തോ ചെയ്യുമെന്ന് ഈ ആലോചിക്കുന്നത്. കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ വിശ്വസിക്കുകയില്ല. കാരണം ബന്ധുക്കൾക്കറിയാം ഡോക്ടറെ പൈസ ഉണ്ടെന്നുള്ള കാര്യം. അല്ലാതെ കൈ പൈസ വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കൊണ്ടു നടക്കുന്ന ചില നാക്കി മുതലാളിമാരെ കൂട്ടാണെന്ന് പറയത്തില്ലേ ഡോക്ടർ? അതാണ്. മറ്റുള്ളവർ എന്ത് കരുതും എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിട്ടുകളയണം. മാഷിന് പറ്റുമായിരിക്കും, പക്ഷെ ഡോക്ടർക്ക് അത് പറ്റുമല്ല. ബന്ധുക്കൾക്കിടയിൽ ഡോക്ടർക്ക് എന്നാ വിലയെന്നറിയാവും. ഓരോരുത്തർ കാണുമ്പോഴും ഭയങ്കര ബഹുമാനോ ഡോക്ടറോട്. അവസാനം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ചെറ്റേന്ന് ഡോക്ടറെ വിളിച്ചാലോ? പാവോ, അതിന്റെ ടെൻഷനില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടറെ, ആടെ ലംബോദരം മാഷ് വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങുവാണേ. ശരി, ഞാൻ ഇറങ്ങുവാണേ. പവിത്രം പോയോ? നമസ്കാരം മാഷെ. ഡോക്ടർ അകത്തെന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു. തിരക്കല്ല, ഇച്ചിരി ടെൻഷനില്ല. അറിയാം, ഒരു 50,000 രൂപയുടെ ടെൻഷൻ അല്ലേ? അതെ. മാഷോട് ആര് പറഞ്ഞു? പറഞ്ഞത് ആരായാലും വിവരം പറഞ്ഞല്ലോ. ഡോക്ടർ വിഷമിക്കണ്ട. ഡോക്ടർക്ക് ഞാനൊരു 50,000 രൂപ തരാം. ഒന്നുമില്ലെങ്കിലും താങ്കളൊരു ഡോക്ടറല്ലേ, ഒരു 50,000 രൂപയ്ക്ക് വിഷമിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഞാനിങ്ങനെ കടം വാങ്ങിച്ച് ശീലിച്ചിട്ടില്ല. ശീലിക്കരുത്, അതാണ് നല്ലത്. എനിക്കൊരു മരുമകനുണ്ട്. കടം മേടിക്കാൻ വേണ്ടി മാത്രം ശീലിച്ചവനാണ് അവൻ. കാശപ്പ തരും? 2 ആഴ്ച. ശരി, കാശ് ഞാൻ ഓമനക്കൂട്ടിന്റെ കൈവശം കൊടുത്തുവിടാം. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ആഴ്ച. വാക്കുമാറരുത്. ഇല്ല. ഓക്കെ, ശരി. പുറമേയുള്ള ഈ ബലം പിടുത്തം മാത്രമേ ഉള്ളൂ. തലയ്ക്കകത്താണെങ്കിൽ ഒന്നുമില്ല. ഓമനക്കുട്ട, നിന്റെ ഭാഗ്യോടാ. അയ്യോ. ഹലോ ഹലോ, ഓമനക്കുട്ട, നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ നിന്റെ കയ്യിൽ 50,000 രൂപ കിട്ടും. താങ്ക്സ് അല്ലയാ. ആരെയില്ല കൊടുത്തു വിട്ടെ? ആരുടെയും കൈ കൊടുത്തു വിട്ടിട്ടില്ല. നിന്റെ അമ്മായി അച്ഛന്റെ കാശ് തന്നെ നിന്റെ കൈ കിട്ടും. നീ ഒന്ന് ഭ്രാന്തായി പറയണ ജോർജ് കുട്ടി. അങ്ങനെ 5 പൈസ തരത്തില്ല. എടാ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്, കിട്ടുമെന്ന്. എടാ, ഞാനല്ലേ പറയുന്നത്, എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഓക്കേടാ. ശരിയല്ലേ? താങ്ക്സ്. സുലേനെ, ജോർജ് കുട്ടി പണി പറ്റിച്ചടി. എന്ത് സംഗതി സക്സസ്. നീ ഇപ്പൊ നോക്കിക്കോ, അമ്മ അവൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഒരു 50,000 രൂപ എടുത്ത് എന്റെ കയ്യിലോട്ട് വെച്ച് തരും. എന്നിട്ട് എന്ത് പറയും? മോനെ കൊണ്ടുപോയി ജോർജ് കുട്ടിക്ക് കൊടുന്ന്. അപ്പൊ ഞാൻ ആ പൈസയും കൊണ്ടുപോയി നേരെ എലിയാസിന് കൊടുക്കും. മനസ്സിലായില്ല. കാണാൻ പോണ സംഭവം ഉണ്ടല്ലോ, പറഞ്ഞു കേട്ട ഒരു ത്രില്ലും ഉണ്ടാവില്ല. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പൈസ സെറ്റ് ആകുമ്പോൾ ഞാനത് കൊണ്ടുപോയി ജോർജ് കുട്ടിക്ക് കൊടുക്കും. ജോർജ് കുട്ടി അത് അമ്മാവന് കൊടുക്കുന്നു. അപ്പോൾ ഏലിയാസിന്റെ പ്രശ്നം തീരുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ കാശ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ജോർജ് കുട്ടി വഴി ഓപ്പറേറ്റ് ചെയ്ത് അമ്മാവൻ്റെ ഇത് വീണ്ടും കാശ് അടിച്ചു മാറ്റുന്നു. ഇതാണ് പറയുന്നത്, ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കണ വിദ്യ എന്ന് പറയില്ലേ, അതാണ് ഇത്. സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലായിട്ട്. അതൊക്കെ നിനക്ക് വഴിയോ മനസ്സിലായിക്കോളും കേട്ടാ. ഓമനക്കുട്ടാ, കേട്ടാ,
അമ്മാവൻ വന്നു. ഇനി കയറി വന്ന് ആ കാശ് എൻ്റെ കയ്യിൽ തരുന്നത്. മോളെ, ഇനി ചേട്ടനൊരു കലക്ക് കലക്കും, നീ കണ്ടോ? വാ. ആ, എന്താ അമ്മാവ? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനും. എന്താണ് അമ്മാവ? ഈ ഡോക്ടർ ജോർജ് കുട്ടി ആളെങ്ങനെയാണ്? ജോർജ് കുട്ടി ആളെങ്ങനെയാന്ന് ചോദിച്ചാൽ ആളൊരു മാന്യനാണല്ലോ. പിന്നെ പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ, കൃത്യനിഷ്ഠയുള്ളവൻ. അയാളുടെ ഈ സാമ്പത്തിക ഇടപാടൊക്കെ എങ്ങനെയാണ്? അല്ല, സാമ്പത്തികത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളൊരു സർക്കാർ ഡോക്ടർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല ശമ്പളമുണ്ട്. പിന്നെ വീട്ടിൽ നല്ല കാശും ഉണ്ട്. ആലീസിന്റെ വീട്ടിലാണെങ്കിലും മുടിഞ്ഞ കാശാ. എന്താ അമ്മാവ ചോദിച്ചേ? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഇതെന്താണ് അമ്മാവ? ഇത് കണ്ടിട്ട് എന്താണെന്ന് എനിക്കറിയില്ലേ? ഇത് കണ്ടിട്ട് ഇത് 50,000 രൂപയും. അതെ, അമ്പനാണ്. ആ, പിന്നൊരു കാര്യം, സാമ്പത്തിക കാര്യങ്ങളിൽ നീ ജോർജ് കുട്ടിയെ പോലെ നീറ്റല്ല. ദേ, ഈ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരികിട നീ കാണിച്ചാൽ. അയ്യോ അമ്മാവ, ഞാനിപ്പോ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസന്റാ. പണ്ടൊന്ന് രണ്ട് അബദ്ധം പറ്റിയെന്നല്ല അല്ലേ? അതെ അച്ഛാ, 1-2 അബദ്ധം പണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല decent. പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെയല്ലോ. ശരി, അപ്പൊ ഈ പണം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നീ ഇത് കൊണ്ടുപോയി ജോർജ് കുട്ടിക്ക് കൊടുക്കണം. സന്തോഷം. ഇതിനാ ജോർജ് കുട്ടിക്ക് ഈ പണം കൊടുക്കുന്നത്? അല്ല, അമ്മാവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ ഇത് ഏലിയാസിന് കൊടുക്കാനുള്ള പണം ജോർജ് കുട്ടി കൊടുത്താൽ എങ്ങനെ ശരിയാവും? ഏലിയാസാ? ഏതാ ഏലിയാസ്? ഓമനക്കുട്ട, നീ വിളച്ചിലെടുക്കല്ലേ. വെറുതെ എന്നെ കൊണ്ട് നിന്റെ തന്തയ്ക്ക് വിളിപ്പിക്കരുത്. നീ എന്താടാ കരുതിയത്? ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്നോ? രാവിലെ നീ ഇവളും കൂടി അവിടെ നിന്ന് പറയുന്നതല്ല ഞാൻ ഇവിടെ നിന്ന് കേട്ടു. എന്നിട്ട് നിന്റെ വക ഒരു അഭിനയവും, നിന്റെ കൂട്ടുകാരന്റെ വക വേറൊരു അഭിനയം. ഈ കാശ് മര്യാദയ്ക്ക് കൊണ്ട് ഏലിയാസിന് കൊടുക്കണം. ഞാനിതിപ്പോ തരുന്ന എന്തിനാണെന്ന് അറിയാമോ? നീ വെറുതെ വഴി കിടന്ന് ഏലിയാസിന്റെ തല്ല് വാങ്ങിച്ചു കൂട്ടാതിരിക്കാൻ. കൊടുക്കാം, കൊടുത്തിരിക്കും. പിന്നെ നിന്റെ സുഹൃത്തിനോട് പറയണം, അയാൾക്ക് തീരെ അഭിനയിക്കാൻ അറിയില്ലെന്ന്. കംപ്ലീറ്റ് ഓവറാണ്. 4 ബാങ്കിൽ അക്കൗണ്ട് ഉള്ള എന്നോടാ അങ്ങനെ ബാങ്കിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. വിധി ഐസുകെട്ടയിൽ പെയിന്റ് അടിക്കരുതെന്ന് പറയണം. ആ, എന്റെ പൊന്നെ, എന്തോന്ന് മനുഷ്യനടി. ഇങ്ങനെ ഉള്ളിൽ ഇപ്പൊ എന്താണെന്ന് ഒരു മനുഷ്യർക്കും പിടികിട്ടത്തില്ലല്ലോ. എന്തായാലും നിന്റെ തന്തയുണ്ടല്ലോ, ഒരു അസാധ്യ നടൻ തന്നെ. ഭഗവാനെ രക്ഷപ്പെട്ട്. അതെ, ഭഗവാനല്ല രക്ഷിച്ചത്, എന്റെ അച്ഛനാ. തന്നെ എന്റെ അമ്മാവൻ.